പ്രഭാത സമയത്ത് നാം പുതിയൊരു ചിന്തയുമായി ഒരുമിച്ചിരിക്കുന്നു. ആത്മീയ കഥകളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരാൾ ഈശ്വരനെ അന്വേഷിക്കുന്നത് എപ്പോഴാണ്? രണ്ട് തരങ്ങളിൽ അതുണ്ടാകാം. അത് നമ്മുടെ ജിജ്ഞാസ കൊണ്ടാകാം ഈ അന്വേഷണം. മറ്റൊന്ന് ജീവിതത്തിലെ ചില വേദനകൾ കൊണ്ടാകാം. ഈ രണ്ട് രീതിയിലും അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ജിജ്ഞാസ കൊണ്ട് അന്വേഷിക്കുന്നത് ശ്ലാഘനീയം തന്നെയാണ്. പക്ഷേ അതിൽ യുക്തിവിചാരമുണ്ടാകും. അതിൽ ഈശ്വരാന്വേഷണത്തിൻ്റെ ശാസ്ത്രീയമായ പദ്ധതികളെയൊക്കെ അയാൾ പിന്തുടർന്നിരിക്കാം. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഈശ്വരനുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് നടന്നേക്കാം. ഒരിക്കലും ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു ശിഷ്യൻ ചെന്നു. ആ ശിഷ്യൻ ഗുരുവിനോട് കണ്ടപ്പോൾ തന്നെ ചോദിച്ച ചോദ്യം ഈശ്വരൻ ഉണ്ടോ എന്നാണ്. ഗുരു ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, കുഞ്ഞേ, ഈശ്വരൻ ഉണ്ടോ എന്ന് നീ ചോദിക്കുന്നത് നാക്കുകൊണ്ട് നാവുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെയാണ്. ഭാരതീയൻ്റെ ഈശ്വര സങ്കല്പം കേവലം സ്വർഗത്തിലെവിടെയോ ഇരുന്ന് നാം സ്തുതിച്ചാൽ അനുഗ്രഹിക്കുന്ന, നാം നിഷേധിച്ചാൽ നമ്മെ നിഗ്രഹിക്കുന്ന, നമുക്ക് ശിക്ഷകൾ നൽകുന്ന, നമ്മുടെ പാപപുണ്യങ്ങളുടെ കണക്കെടുക്കുന്ന ഒരു കണക്കപ്പിള്ളയല്ല ഈശ്വരൻ. മറിച്ച് നാക്കുകൊണ്ട് നാവുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെ ഏതൊരു ചൈതന്യമാണോ എൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് എനിക്ക് ബോധം എൻ്റെ ഉണ്മയായി നിലനിൽക്കുന്നത്, ആ ചൈതന്യത്തെയാണ്, ആ ഊർജത്തെയാണ്, ആ ഉണ്മയെയാണ് നാം ഈശ്വരൻ എന്ന് വിളിച്ചത്. ഈ ഈശ്വരാന്വേഷണം ജിജ്ഞാസുവിൻ്റെ അന്വേഷണമായി ചിലപ്പോൾ പുരോഗമിച്ചേക്കാം. പക്ഷേ ഈശ്വരാനുഗ്രഹം ഏറ്റവും ഭാവം നിറഞ്ഞ ഒരു അനുഭവമായി, ഒരാവശ്യമായി നമുക്ക് അനുഭവപ്പെടുന്നത് ചിലപ്പോൾ നമ്മുടെ ചില വേദനകളിൽ നാം ഈശ്വരനെ അന്വേഷിക്കുമ്പോഴായിരിക്കും. കേട്ടിട്ടില്ലേ, സൂര്യപ്രകാശം ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ വീടുകൾ നാം അടച്ചു വച്ചാലും ചില പഴുതുകളിലൂടെ അതകത്തേക്ക് കയറുമെന്ന്. അതുപോലെ ചിലപ്പോൾ പ്രകൃതിയുടെ ചില അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വരുന്നത് ചില മുറിവുകളിലൂടെ ആയിരിക്കാം. ആ മുറിവുകൾ സുഖപ്പെടുത്തിക്കൊണ്ട് ആ അനുഗ്രഹം നമ്മളിൽ നിറയും. ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ ജീവിതത്തിൽ ഒരനുഭവം വർണ്ണിക്കുന്നുണ്ട്. ഒരിക്കൽ ഒരു യുക്തിചിന്തകനായ സത്യാന്വേഷകൻ രാമകൃഷ്ണദേവൻ്റെ അടുത്തെത്തി. രാമകൃഷ്ണനോട് ചോദിച്ചു, ഈശ്വരൻ പ്രപഞ്ചമായി പരിണമിച്ചു എന്ന്, ബ്രഹ്മം പ്രപഞ്ചമായി പരിണമിച്ചു എന്ന് കേട്ടിട്ടുണ്ടല്ലോ, എങ്ങനെയാണ് ഈ പരിണാമം സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് ചോദിച്ചു. രാമകൃഷ്ണദേവൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, സുഹൃത്തേ, നിങ്ങൾ ഒരു മാന്തോപ്പിൽ കയറി എന്നിരിക്കുക. മനോഹരമായ മാന്തോപ്പാണ്. ഇഷ്ടംപോലെ സ്വാദിഷ്ടമായ സ്വാദുള്ള മാങ്ങകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നിങ്ങൾ അവിടെ പോയി മാവിൻ്റെ എണ്ണം, മാവിൻ്റെ വർഗം, ഏതു തരത്തിലുള്ള വളമാണ് ഇടുന്നത്, ഈ മാവ് എപ്പോഴാണ് വളരുന്നത്, എത്ര കാലമെടുക്കും ഓരോ മാവും വളരുവാൻ, എത്ര കാലമെടുക്കും അത് പൂവിടുവാൻ, അതിൽ നിന്നും എത്ര മാങ്ങ കിട്ടും, അത് എത്ര കിലോയുണ്ട്, അത് വിറ്റാൽ എത്ര കാശ് കിട്ടും എന്നൊക്കെ അന്വേഷിച്ച് വെറുതെ സമയം കളയേണ്ട കാര്യമുണ്ടോ? മാങ്ങ അന്വേഷിച്ച് വന്നവനാണെങ്കിൽ നേരെ ചെല്ലുക, മാങ്ങ പറിക്കുക, ആസ്വദിക്കുക. ഈശ്വരൻ്റെ യുക്തിവിചാരങ്ങളെക്കാൾ ഈശ്വരനെ അനുഭവമാക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് രാമകൃഷ്ണദേവൻ ഈ കഥയിലൂടെ സൂചിപ്പിക്കുകയുണ്ടായി. ഈശ്വരനെ അറിയാൻ മനസ്സിൽ ആ ഭാവം വളർത്തിയെടുക്കണം. രാമകൃഷ്ണദേവൻ്റെ തന്നെ വളരെ രസകരമായ ഒരു ഉപമയുണ്ട്. ഒരു പാത്രത്തിൽ നിങ്ങൾ നിറയെ ഇന്ദുപ്പിട്ട് വെച്ചു എന്ന് കരുതുക. ഇന്ദുപ്പിനോട് തന്നെ സമാനമാണ് കാഴ്ചയിൽ കൽക്കണ്ടവും. ആ പാത്രത്തിൽ നിറച്ച് ഇന്ദുപ്പിട്ട് വെച്ച് അതിനുള്ളിൽ ഒരു കൽക്കണ്ടവും ഇട്ട് വെച്ചു. എന്നിട്ട് പുറത്ത് ഇന്ദുപ്പെന്ന് എഴുതി വയ്ക്കുകയും ചെയ്തു. കൽക്കണ്ടം വേണ്ട ഒരാളും അത് അന്വേഷിക്കില്ല. കാരണം പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്, അതിനുള്ളിൽ നിറയെ ഇന്ദുപ്പുമാണ്. പക്ഷേ നടുക്കൊരു കൽക്കണ്ടമുണ്ട്. സാമാന്യ ബോധമുള്ള മനുഷ്യരാരും അതിനുള്ളിൽ കൽക്കണ്ടം തേടി വരില്ല. പക്ഷേ ഒരാൾ വരും കൽക്കണ്ടം തേടി. അത് ഉറുമ്പായിരിക്കും. ഉറുമ്പ് പതുക്കെ പതുക്കെ ഇന്ദുപ്പിനിടയിലുള്ള
തൻ്റെ പ്രിയപ്പെട്ട ഭക്ഷണ വസ്തുവിനെ കണ്ടെത്തുകയും അത് തിരഞ്ഞു വന്ന് അതെടുക്കുകയും ബാക്കിയുള്ളവരെ വരിവരിയായി വലിച്ചു കൊണ്ടുവരികയും ചെയ്യും. ഇതാണ് ഈശ്വരാന്വേഷണം. ആവശ്യമുള്ളവന്, അർഹതയുള്ളവന് അവൻ്റെ മുന്നിൽ പല ഭാവങ്ങളിൽ ഈശ്വരൻ പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും. അത് മനോഹരമായ ഒരു കാത്തിരിപ്പാണ്. യേശുദേവൻ്റെ ഒരു വചനമുണ്ട്, മണിയറ ഒരുക്കി വെച്ച് കാത്തിരിക്കാനേ നമുക്ക് സാധിക്കൂ. അതിലേക്ക് മണവാളൻ എപ്പോൾ എത്തുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഈ ഒരു ബ്ലിസ്ഫുൾ വെയിറ്റിംഗ്, മനോഹരമായ ഈ കാത്തിരിപ്പ് ജീവിതത്തിൽ ഏത് പരിവർത്തനത്തിനും ആവശ്യമാണ്. എന്തുകൊണ്ടത് സംഭവിക്കുന്നില്ല, എന്തുകൊണ്ട് എനിക്കത് കിട്ടുന്നില്ല എന്ന നിരന്തരമായ ചോദ്യം ചെയ്യലുകൾക്കിടയിൽ കാത്തിരിക്കാൻ മനുഷ്യൻ മറന്നുപോകുന്നു. ഈശ്വരന് വേണ്ടി, നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടി, നമുക്കായി പ്രകൃതി കാത്തുവച്ചിരിക്കുന്ന ചില അപൂർവതകൾക്ക് വേണ്ടി, നമുക്ക് മാത്രമായി സ്വരൂപിച്ചു വച്ചിരിക്കുന്ന ചില നന്മകൾക്ക് വേണ്ടി കാത്തിരിക്കാൻ നാം തയ്യാറാകുന്നില്ല. കാത്തിരിക്കാൻ തയ്യാറായില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിലെ അപൂർവമായ പല ഭാഗ്യങ്ങളും ലഭിക്കണമെന്നുമില്ല. ഒരു തേങ്ങയെ ആലോചിക്കൂ. ആ തേങ്ങ കുറേ കാലം യുക്തിവിചാരം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ശാസ്ത്രീയമായി താൻ തെങ്ങാവുന്നത് എന്ന് എത്രയൊക്കെ ആലോചിച്ചിട്ടും ഒരു കാര്യവുമില്ല. തേങ്ങ എന്തു ചെയ്യണം? തൻ്റെ അഹങ്കാരത്തിൻ്റെ, തന്നെ മൂടി നിൽക്കുന്ന കട്ടിപിടിച്ച അഹംബോധത്തിൻ്റെ ഷെല്ലുകളെ ഉടയ്ക്കാൻ തയ്യാറാവണം. ഭൂമിക്കടിയിലേക്ക് പോകണം, ത്യാഗം സഹിക്കണം, മണ്ണിനടിയിൽ ആരുമറിയാതെ ഏകാന്ത ജീവിതത്തിൽ ഏർപ്പെടണം. അങ്ങനെയാണെങ്കിൽ പതുക്കെ പതുക്കെ അതിനെ ബാധിച്ച അഹങ്കാരത്തിൻ്റെ കട്ടിപിടിച്ച മൂടുപടങ്ങൾ പൊഴിയുകയും അതില്ലാതാവുകയും അതിൽ നിന്നും ഒരു തെങ്ങ് രൂപപ്പെടുകയും ചെയ്യും. പക്ഷേ അപ്പോഴേക്കും തേങ്ങ നശിച്ചിട്ടുണ്ടാകും. തേങ്ങയുടെ വ്യക്തിപരമായ ചെറിയ ഇടത്തിൽ നിന്നും തെങ്ങ് എന്ന വിശാലമായ അതിൻ്റെ സാഫല്യത്തിലേക്ക് അത് പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. ഇത് പ്രകൃതി വരുത്തുന്ന പരിവർത്തനമാണ്. ഇതിന് കാത്തിരിക്കുക തന്നെ വേണം. ഈ മനോഹരമായ കാത്തിരിപ്പാണ് ഈശ്വരാനുഭൂതിയിലെ ഏറ്റവും ആനന്ദദായകങ്ങളായ നിമിഷങ്ങൾ. ഇത്തരമൊരു കാത്തിരിപ്പ് ഒരുപക്ഷെ ചില വേദനകളിൽ, ചില സങ്കടങ്ങളിൽ, ചില ജീവിതത്തിലെ ആകസ്മികമായ അനുഭവങ്ങളിൽ നമുക്ക് വേണ്ടി വന്നേക്കാം. പക്ഷേ ഈ അനുഭവങ്ങളൊക്കെ നമ്മെ രൂപപ്പെടുത്തുന്നതിന്, നമ്മെ പാകപ്പെടുത്തുന്നതിന് പ്രകൃതി തരുന്ന ചില പരീക്ഷണങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈശ്വരൻ എന്ന, പ്രകൃതി എന്ന അനുഭവത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നമസ്കാരം.